ഹായ്, വെൽക്കം ടു ദ ഫോർത്ത് വീഡിയോ ഓഫ് AI മെയ്ഡ് സിമ്പിൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീപ്പ് ലേണിംഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ് ഡീപ്പ് ലേണിംഗ് യൂസസ് മെനി ന്യൂറൽ നെറ്റ്വർക്ക് ലേയേഴ്സ് അല്ലെ. അപ്പോൾ വാട്ട് ഈസ് എ ന്യൂറൽ നെറ്റ്വർക്ക്? എന്താണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക്? എങ്ങനെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കിലൂടെ ഡാറ്റ പാസ് ചെയ്യുന്നത്? നമുക്ക് ഇന്ന് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചും ന്യൂറൽ നെറ്റ്വർക്കിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. സോ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ന്യൂറോൺ. വാട്ട് ഇസ് എ ന്യൂറോൺ? അതായത് നമ്മളൊരു ഹ്യൂമൻ ബ്രെയിൻ എടുത്താൽ ഇതാണ് ന്യൂറോൺ. പക്ഷെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എടുത്താൽ ഇതാണ് ന്യൂറോൺ. ലൈക്ക് ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ അല്ലെങ്കിൽ ഒരു നോഡ് എന്ന് വിളിക്കും. സോ ഹ്യൂമൻ ബ്രെയിനിലെ ഹ്യൂമൻ ന്യൂറോൺ മൾട്ടിപ്പിൾ ഇൻപുട്ട് എടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണും മൾട്ടിപ്പിൾ ഇൻപുട്ട് റിസീവ് ചെയ്ത് അതിനെ പ്രോസസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് തരും. ഓക്കെ, സോ ഈ ഒരു ന്യൂറോണിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ നടക്കുന്നത്. സോ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഡാറ്റ പ്രോസസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡാറ്റയിൽ നിന്ന് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ലെറ്റ്സ് ടേക്ക് ദി എൻറ്റയർ പ്രോസസ് ത്രൂ എ മോഡൽ. അതായത് ഒരു ഇമേജ് ക്ലാസിഫിക്കേഷൻ മോഡൽ എടുക്കുക. അപ്പൊ അവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഇമേജ്. ഓക്കെ, ആ ഒരു ഇമേജ് ഇൻപുട്ട് ആയിട്ട് എടുത്ത് അതിൽ നിന്ന് നമ്മൾ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് ആ ഇമേജിനെ ക്ലാസിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ടാസ്ക്. ഇതിനെങ്ങനെ നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം? സോ ഫസ്റ്റ് ഓഫ് ഓൾ വി കൻ ടോക്ക് അബൌട്ട് ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു ഇമേജ്. ഈ ഇമേജ് ലൈക്ക് ആസ് എ ഹ്യൂമൻ വി ആർ സീയിങ് ഇറ്റ് ആസ് എൻ ഇമേജ്, വി ആർ സീയിങ് ഇറ്റ് ആസ് ഐസ്, നോസ്, എനിത്തിങ് ഇഫ് ഇറ്റ്സ് എ ഹ്യൂമൻ. അപ്പോ പക്ഷെങ്കിൽ ഒരു മെഷീൻ ഇത് എങ്ങനെയാ കാണുന്നത്? മെഷീൻ ഈസ് സീയിങ് ഇറ്റ് ആസ് നമ്പേഴ്സ്. അതായത് ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രിഡ് ഓഫ് നമ്പേഴ്സ്, ഒരു മെട്രിക്സ് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ വാല്യൂ. ഈ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഒരു മെഷീൻ പ്രോസസ് ചെയ്യുന്നത്. സോ ഈ ലൈക്ക് ഒരു ഇമേജ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്താ? എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് പ്രോസസ് ചെയ്ത് അതിൽ നിന്ന് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാനാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് ടേക്ക് എ സിമ്പിൾ എക്സാമ്പിൾ. ഈ ഒരു മോഡൽ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ഇൻപുട്ട് ഇമേജ് കൊടുത്താൽ അത് കാറാണോ ബസ്സാണോ പ്ലെയിൻ ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മോഡലാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഞാനൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് എന്താണെന്ന് നമുക്ക് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ മെഷീൻ ഇറ്റ്സ് ഓൾവേസ് എ ഗ്രിഡ് ഓഫ് നമ്പേഴ്സ്. അതൊരു ഗ്രിഡ് ഓഫ് പിക്സൽ വാല്യൂസ് ആണ് അല്ലെ. ഈ പിക്സൽ വാല്യൂസ് ആണ് ഇൻപുട്ട് ആയിട്ട് ഇൻപുട്ട് ലെയറിലേക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു 10x20 ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ദർസ് ആക്ച്വലി 200 വാല്യൂസ്. ഈ 200 വാല്യൂസും കറസ്പോണ്ടിങ് നോട്ട്സിലേക്ക് പോകും ഇൻപുട്ട് ലെയറിൽ. അപ്പൊ ഇൻപുട്ട് ലെയറിൽ അതിന് മാത്രം നോട്ട്സ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എടുത്തോണ്ട് അത്രയും നോട്ട്സ് മാത്രം, ലൈക്ക് 3 നോട്ട്സ് മാത്രമേ ഇൻപുട്ട് ലെയറിൽ കാണിക്കുന്നുള്ളൂ. നമുക്ക് അത് വെച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി നോക്കാം. Once the input layer receives the value, it passes it directly to the hidden layer. ഞാൻ ഓൾറെഡി പറഞ്ഞു ഹിഡൻ ലെയറിലാണ് നമ്മൾ ഡീറ്റെയിൽ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് അല്ലെ. സോ ഇൻപുട്ട് ലെയറിൽ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി ഹിഡൻ ലെയറിലേക്ക് കൊടുക്കും. അപ്പൊ ഹിഡൻ ലെയറിൽ ലെയർ ബൈ ലെയർ പ്രോസസിങ് നടക്കും. അതായത് ലെയർ ബൈ ലെയർ ഡീറ്റെയിൽ എക്സ്ട്രാക്ഷൻ നടക്കും. ഫസ്റ്റ് ലെയറിന് കുറച്ച് കാര്യങ്ങൾ ലൈക്ക് അനലൈസ് ചെയ്ത് അതിന്റെ വാല്യൂസ് അടുത്തിലേക്ക് പോകും. അങ്ങനെ അബ്സ്ട്രാക്ട് ആയി പോയി ഫൈനലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് പ്രഡിക്ഷൻ നടത്താൻ പറ്റും. കാറാണോ ബസ്സാണോ പ്ലെയിൻ ആണോ എന്നല്ല കറക്റ്റ് പ്രഡിക്ഷൻ നടത്താൻ പറ്റും. അതാണ് ഇവിടുത്തെ മോട്ടീവ്. സോ നമ്മൾ ഓരോ നോഡ് എടുത്ത് നോക്കിയാലും അവിടെ നമുക്ക് കാണാം ഇൻപുട്ട് ലെയറിൽ മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് പ്രോസസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വർക്കിംഗ് ആണ് ഇതിൽ ഓരോ നോഡും നടക്കുന്നത്. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് എ സിംഗിൾ നോഡ് ഇൻ ദ ഹിഡൻ ലെയർ. അതായത് ഒരു ഹിഡൻ ലെയർ എടുത്താൽ അതിലെ സിംഗിൾ നോഡിന്റെ എൻറ്റയർ വർക്ക് ഫ്ലോ ആണ് ഈ കാണുന്നത്. ഇവിടെ എന്താ മൾട്ടിപ്പിൾ ഇൻപുട്സ് ഉണ്ട്. ഈ ഇൻപുട്സിനെ പ്രോസസ് ചെയ്ത് സിംഗിൾ ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാണുന്ന x1, x2, x3 എക്സെട്ര അപ് ടു xn ആണെന്ത് പ്രീവിയസ് ലെയറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് വാല്യൂസ്. ഓക്കെ, ഈ ഓരോ ലെയറും നമ്മുടെ കറണ്ട് നോഡിൽ എത്തുന്നത് ഓരോ ചാനൽസ് വഴിയാണ്. ഓക്കെ, സോ ദർസ് ഓൾവേസ് എ ചാനൽ കണക്ടിങ് ടു നോഡ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ചാനൽസിന് അതിൻ്റെതായ വെയിറ്റ് ഉണ്ടാവും. ഓരോ ചാനലിനും ഓരോരോ ഇമ്പോർട്ടൻസ് ആണ്. നമ്മളൊരു കറണ്ട് നോഡിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ലെയറിലെ നോട്ട്സിന് ഡിഫറെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ചാനലിന്റെ ഇമ്പോർട്ടൻസിനെ ഡെപ്പിക്ട് ചെയ്യുന്നതാണ് ആ ചാനലിന്റെ വെയിറ്റ്. ആ ചാനലിന്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആക്ച്വലി ഈ മോഡലിന്റെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ കൂട്ടാനും കുറക്കാനും നോക്കുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദി മെയിൻ പാരാമീറ്റേഴ്സ് ഡിറ്റർമൈനിങ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ മോഡൽ. ഓക്കെ, അതാണ് വെയിറ്റ്സ്. അപ്പോ നമ്മളിൽ ഇപ്പോ ഇൻപുട്ട് വാല്യൂസും ഉണ്ട് വെയിറ്റ്സും ഉണ്ട്. ഓക്കെ, ഇത്രയും വാല്യൂസ് വെച്ചിട്ട് നമുക്കൊരു സിംഗിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വെയിറ്റഡ് സം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ നോഡിലെ വെയിറ്റഡ് സം എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി x1w1 പ്ലസ് x2w2
പ്ലസ് x3 w3 എക്സെട്ര അപ് ടു xn പ്ലസ് ബി. ബി എന്ന് പറഞ്ഞാൽ ബയാസ്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ നോഡിന്റെ ഒരു കോൺസ്റ്റന്റിനാണ് നമ്മൾ ബയാസ് എന്ന് വിളിക്കുന്നത്. അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെ കമ്മ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വെയിറ്റഡ് സം നമ്മൾ നേരെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കും. ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ടു ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് ദ വാല്യൂ ഷുഡ് ബി പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ലെയർ. അതായത് ഈ ഒരു വാല്യൂ അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്യാൻ മാത്രം ഉണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. സോ പ്രാക്ടിക്കലി സ്പീക്കിംഗ് നമുക്ക് കിട്ടിയ ഈ വെയിറ്റഡ് സം അതൊരു ത്രഷോൾഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. എക്സാമ്പിൾ 0 എടുക്കുകയാണെങ്കിൽ അത് 0 ആയിട്ട് കമ്പയർ ചെയ്യും. ഈ നമ്മളെ വെയിറ്റഡ് സം 0-നെക്കാട്ടും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ലെയർ, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ലെയർ. ഓക്കെ, അതാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. സോ അവിടെയാണ് നമ്മൾ ഈ ബയാസ് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഈവൻ തോ നമുക്കൊന്ന് ഇൻപുട്ട് വാല്യൂസും ചാനൽസിന്റെ വെയിറ്റ്സ് ഒക്കെ വീക്ക് ആണെങ്കിലും നമുക്ക് ഇഫ് ദ നോഡ് ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഈ ബയാസ് മാത്രം യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ഈ ത്രഷോൾഡിനെക്കാട്ടും ഗ്രേറ്റർ ആയി അടുത്ത ലെയറിലേക്ക് ഈ ഡാറ്റ പാസ് ഓൺ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ബയാസ്. So that is the entire workflow of a single node in the hidden layer. So that is how data passes through the hidden layer. അങ്ങനെ മുന്നോട്ട് പോയി കൂടുതൽ അബ്സ്ട്രാക്റ്റ് ആയി വന്ന് eventually at the output layer we will be having a normalized probability. അതായത് in this particular case we'll be having maybe 0.8 for car, 0.1 for bus, 0.1 for plane. അങ്ങനെ ഒരു probability കിട്ടും ഔട്ട് ഓഫ് 100 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 1. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രൊഡിക്ഷൻ. ഓക്കെ, ഇഫ് ദിസ് ഇൻ അക്യുറേറ്റ് പ്രൊഡിക്ഷൻ വിൽ ബി പ്രൊഡിക്റ്റിംഗ് കാർ, കാരണം ഈ ഒരു ഇമേജ് ഏറ്റവും ക്ലോസ് ആയി കിടക്കുന്ന കാറ്റഗറി കാർ ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ ലൈക് ദാറ്റ് ഈസ് ദ എൻറ്റയർ പ്രോസസ്. ഓക്കെ, അതിനാണ് നമ്മൾ ഫീഡ് ഫോർവേഡ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു ലെയറിന് അടുത്ത ലെയറിലേക്ക് ഡാറ്റ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഈ മെക്കാനിസത്തിനാണ് നമ്മൾ ഫീഡ് ഫോർവേഡ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവഞ്ച്വലി ടു ആഡ് ഓൺ, ഇതൊരു ട്രെയിനിങ് ഫേസിലാണെന്നുണ്ടെങ്കിൽ വി ഓൾറെഡി ഹാവ് ദി ഔട്ട്പുട്ട്. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തിട്ട് അതിന്റെ പ്രൊഡിക്ഷൻസ് എത്രമാത്രം അക്യുറേറ്റ് ആണെന്ന് നോക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് പ്രൊഡിക്ഷൻ വി വിൽ കമ്പയർ ദ പ്രൊഡിക്ഷൻ വിത്ത് ദി ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, അത് തമ്മിലുള്ള ഒരു ഡിഫറൻസിനാണ് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഡാറ്റ നമ്മൾ ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിലൂടെ ബാക്കോട്ട് പാസ് ചെയ്ത് നമ്മൾ ഈ വെയിറ്റ്സും ബയാസും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ, ഈ വെയിറ്റ്സും ബയാസും അഡ്ജസ്റ്റ് ചെയ്യും. ഈ വെയിറ്റ്സും ബയാസും ആണ് ഈ മോഡലിന്റെ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്ന മോഡലിന്റെ പാരാമീറ്റേഴ്സ് ആണ് എന്ത്, വെയിറ്റ്സും ബയാസും. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ എൻറ്റയർ മോഡലിന്റെ പെർഫോമൻസ് കൂട്ടാൻ. ഓക്കെ, സോ നമ്മൾ ആ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കിട്ടുന്ന ഒരു അനാലിസിസ് ഈ എൻറ്റയർ ന്യൂറൽ നെറ്റ്വർക്കിൽ ബാക്കോട്ട് അയച്ച് വെയിറ്റ്സും ബയാസും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇതിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്നും അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഇമേജ് പ്രോസസ് ചെയ്യാമെന്നും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.